നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു 3 ബനാതിൻ ഔ 3 അഖവാതിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ട് അല്ലെങ്കിൽ 3 സഹോദരിമാരുണ്ട്. സഹോദരിമാരെ ഈ രൂപത്തിൽ ഇസ്ലാമിക തർബിയത്ത് കൊടുത്ത് അവർക്ക് വേണ്ട ദുന്യവിയായ ഉഖ്റവിയായ സൗകര്യങ്ങൾ ചെയ്ത് അവരെ വളർത്തുന്നതിനും ശ്രേഷ്ഠതയുണ്ട്. പെങ്ങന്മാരെ 3 സഹോദരിമാർ അല്ലെങ്കിൽ 3 പെൺമക്കൾ, ഔ ബിൻതാനി ഔ ഉഖ്താനി, അല്ലെങ്കിൽ 2 പെൺമക്കൾ അല്ലെങ്കിൽ 2 സഹോദരിമാർ. ഇങ്ങനെ 2 സഹോദരിമാരോ 2 പെൺമക്കളോ അല്ലെങ്കിൽ 3 സഹോദരിമാരോ അല്ലെങ്കിൽ 3 പെൺമക്കളോ ഒരാൾക്കുണ്ടാവുകയും ഫഅഹ്സന സുഹ്ബതഹുന്ന, അവരുമായിട്ടുള്ള സഹവാസം അവൻ നന്നാക്കുകയും അവരോടുള്ള സഹവാസം അവൻ നന്നാക്കുകയും വത്തഖല്ലാഹ ഫീഹിൻ, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരെ തർബിയത്ത് നടത്തുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്ക്, സ്വർഗം കിട്ടുന്ന കാര്യമാണ്. പെൺകുട്ടികളെ സഹോദരിമാരെ നല്ല രൂപത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു വളർത്തിയാൽ അതിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ കാന ലഹു 3 ബനാതിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ട്, ഫസബറ അലൈഹിൻ, അവരുടെ കാര്യത്തിൽ അവൻ ക്ഷമിച്ച് മുന്നോട്ട് പോയി, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവരെ തർബിയ നടത്തുന്നതിൽ ഉള്ള പ്രയാസമൊക്കെ സഹിച്ച് സബർ ചെയ്ത് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൻ അവരെ വളർത്തിയാൽ വഅതഅമഹുന്ന, അവർക്ക് ഭക്ഷണം കൊടുത്തു, വസഖാഹുന്ന, അവർക്ക് വെള്ളം കൊടുത്തു, വകസാഹുന്ന മിൻ ജിദതിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ അവരെ വസ്ത്രം ധരിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, എങ്കിൽ കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ പറഞ്ഞ മക്കൾ പെൺമക്കൾ അവർക്ക് ഒരു മറയായിരിക്കും, നരകത്തിൽ നിന്നുള്ള മറയായിരിക്കും എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ നോക്ക്, നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗപ്രവേശനം ഒക്കെ ഈ പെൺമക്കളെ വളർത്തുന്നതിൽ, അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് നടത്തുന്നതിൽ ഉള്ള നേട്ടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ ആല ജാരിയതൈൻ, 2 പെൺമക്കളെ ആരെങ്കിലും പോറ്റി വളർത്തിയാൽ, ഹത്താ തബ്ലുഗ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ പോറ്റി വളർത്തിയാൽ, ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആ പെൺമക്കളെ പോറ്റി വളർത്തിയവനും ഞാനും ഇങ്ങനെയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം നാളെ പരലോകത്തുണ്ടാകും. ആർക്ക്? പെൺമക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റി വളർത്തിയ ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നോക്ക്, സ്വർഗമുണ്ട്, നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യമുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, എങ്ങനെയാണ് ഈ പോറ്റി വളർത്തൽ? വൽ ഔലു ഫിൽ ഗാലിബി യകൂനു ബിൽ ഖിയാമി ബിമഊനതിൽ ബദൻ മിനൽ കിസ്വതി വത്തആമി വശറാബി വസ്സകനി വൽ ഫിറാശി വനഹ്വി ദാലിക്. സാധാരണയായി പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നത് എന്തൊക്കെയാണ്? അവർക്ക് ആവശ്യമായ ഭക്ഷണം, വസ്ത്രം, വെള്ളം, പാർപ്പിടം, കിടക്കാനുള്ള സൗകര്യം, വിരിപ്പ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ അതിൽ പെടും. അതേപോലെ തന്നെ അവരുടെ ആത്മാവിന് പോഷണം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടി ഇതിൽപ്പെടും. കേവലം വസ്ത്രം, വെള്ളം, പാർപ്പിടം മാത്രമല്ല. ഏതൊക്കെയാണത്? ഇവരെ പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. ഇത് മാത്രമല്ല, മറിച്ച് എന്തൊക്കെ വരും? ബിത്തഅലീമി വത്തഹ്ദീബി വത്തൗജീഹി വൽ അംരി ബിൽ ഖൈരി വന്നഹി അനി ശർരി വമാ ഇലാ ദാലിക്. അവരെ നന്മ പഠിപ്പിക്കുന്നു, അവരെ സംസ്കാരമുള്ളവരാക്കുന്നു, അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു. ഇങ്ങനെയുള്ള ദീനിയായ തർബിയ അത് ഇതിൽപ്പെടും. പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വെള്ളം, വസ്ത്രം കൊടുത്ത് മാത്രം വളർത്തുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് ദീനിയായി അവർക്ക് കിട്ടേണ്ട പഠനങ്ങൾ, അതുപോലെ തന്നെ സംസ്കാരങ്ങൾ, ഇതൊക്കെ അവർക്ക് കൊടുക്കണം. അതും ഇതിൽപ്പെടും. ويؤخذ من هذا الحديث ومما قبله أيضا أنه ينبغي للإنسان أن يهتم بالأمور التي تقربه إلى الله. ഈ ഹദീസ് ഇതിൽ മുമ്പുള്ള ഹദീസൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യം, അതിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വെള്ളം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അതിനൊക്കെ പുറത്ത് അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, പെൺമക്കളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യത്തിലായിരിക്കണം കൂടുതൽ ശ്രദ്ധയുണ്ടാകേണ്ടത്. ലാ ബിൽ ഉമൂരി ശക്ലിയാത്ത് ഔ മുറാഅതി മാ യൻഫഉ ഫി ദുനിയ ഫഖത്ത്.
ദുനിയാവിൽ അവർക്ക് എന്തൊക്കെ കിട്ടും, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അത് മാത്രമല്ല ചിന്തിക്കേണ്ടത്. പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം, വെള്ളം, താമസ സൗകര്യം, മറ്റു ആവശ്യങ്ങൾ അതിൽ പരിമിതപ്പെടുത്തരുത്. ബൽ യുലാഹിദു ഹാദാ വയുലാഹിദു മാ യൻഫഉ ഫിൽ ആഖിറതി അക്സർ വഅക്സർ. മറിച്ച് ദുനിയാവിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് പരലോകത്ത് ഉഖ്റവിയായി എന്റെ പെൺമക്കൾ സ്വർഗത്തിലേക്ക് എത്താൻ, എന്റെ സഹോദരിമാർ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ, അതിനുവേണ്ട കാര്യങ്ങൾ, അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഇവിടെ പെൺകുട്ടികളെ, 2 പെൺകുട്ടികളെ ആരെങ്കിലും പോറ്റി വളർത്തി അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് ദുന്യവിയായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഉഖ്റവിയായ നാളെ പരലോക ജീവിതം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്താൽ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് വളരെ റസൂലിന്റെ സാമീപ്യം അവർക്കുണ്ടാകും എന്നാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി, ഈ പറഞ്ഞ ഹദീസുകളൊക്കെ പെൺകുട്ടികൾ അവർക്കുള്ള ശ്രേഷ്ഠതയാണ് അറിയിക്കുന്നത്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് നിഅമത്താണ്. നമ്മൾ പലപ്പോഴും പണ്ട് മുതൽക്കേ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പ്രയാസമായി മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ ഉപയോഗിച്ച പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കണം. വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അവർക്ക് പെൺകുട്ടികൾ ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ضل وجهه مسودا وهو كظيم, അവരുടെ മുഖം കറുത്തുപോകും. എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ പെൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവർ ആകെ ബേജാറാകും, അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അവർ അതിൽ അപമാനിതരായിട്ടാണ്, അവർക്ക് ഒരു മാനക്കേടായിട്ടാണ് അവർ അത് മനസ്സിലാക്കിയത്. പക്ഷെ അള്ളാഹ് പ്രയോഗിച്ച പ്രയോഗം വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, അവർക്ക് പെൺകുട്ടികൾ ഉണ്ടായി എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ. അല്ലാഹു തആല പെൺകുട്ടികളുടെ ജന്മത്തെക്കുറിച്ച് തബ്ശീർ എന്നാണ് ഉപയോഗിച്ചത്, സന്തോഷ വാർത്ത. സന്തോഷ വാർത്തയായിട്ടാണ് അല്ലാഹു തആല അത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ജാഹിലിയത്തിൽ അവർക്ക് പ്രയാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത ഭാഷയിൽ ഈ പെൺകുട്ടികളെ കുഴിച്ചുമൂടുക എന്ന് പറയുന്ന ഈ വൃത്തികെട്ട പ്രവർത്തനത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലും ആക്ഷേപിച്ചിട്ടുണ്ട് വളരെ ശക്തമായ രൂപത്തിൽ. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, അല്ലാഹു തആല 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു. അതിലൊന്ന് ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. വവഅദുൽ ബനാത്ത്, പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടലാണ്. വമൻഉൻ വഹാത്ത്, നമ്മൾക്ക് അവകാശമില്ലാത്തത് കരസ്ഥമാക്കലും മറ്റുള്ളവർ അവരുടെ അവകാശം തടഞ്ഞു വെക്കലും, ഇതൊക്കെ അല്ലാഹു തആല വെറുത്തിരിക്കുന്നു എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനെ ശക്തമായി എതിർത്തു. ഈ കാലഘട്ടത്തിലാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പെൺമക്കളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും ഒക്കെ പഠിപ്പിച്ചത്. ഒരിക്കൽ അൽ-ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരു മനുഷ്യൻ, അയാൾക്ക് ചില പെൺമക്കളുണ്ട്. ആ പെൺമക്കളുടെ വിഷയത്തിൽ ആ മനുഷ്യൻ അവർ മരിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ഇത് കേട്ട സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ശക്തമായി ദേഷ്യപ്പെട്ടു, കോപിച്ചു. എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, അൻത തർസുഖുഹുന്ന, നീയാണോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അവർക്ക് റിസ്ക് കൊടുക്കുന്നത് നീയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രൂപത്തിൽ ആക്ഷേപിച്ചു എന്നത് കാണാം. പെൺകുട്ടികൾ ഈ രൂപത്തിൽ ഒരു അപമാനമായി കണ്ടിരുന്ന, അവർ ജനിച്ചാൽ അവരെ കുഴിച്ചുമൂടണമെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവന്ന് പെൺകുട്ടികളുടെ ശ്രേഷ്ഠതയും അവരെ വളർത്തുന്നതിന്റെ ശ്രേഷ്ഠതയും, അവർ നമ്മൾക്ക് സ്വർഗപ്രവേശനത്തിന് അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് നടത്തിയാൽ സ്വർഗം ലഭിക്കുന്ന കാര്യമാണ് എന്നും നരകത്തിൽ നിന്നുള്ള രക്ഷാകവചമാണ് എന്നുള്ളതും, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നാളെ പരലോകത്ത് സഹവാസമുണ്ടാകും എന്നൊക്കെ പറഞ്ഞത്. യാഖൂബ് ഇബ്നു ബുഖ്താൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വുലിദ ലീ സബ്ഉ ബനാത്ത്, എനിക്ക് 7 പെൺമക്കൾ ഉണ്ടായി. ഫകുൻതു കുല്ലമാ വുലിദ ലിബ്നതുൻ, എനിക്ക് ഓരോ പെൺകുട്ടി ഉണ്ടാകുമ്പോഴും ദഖൽതു അലാ അഹ്മദ ബിൻ ഹംബൽ, ഇമാം അഹ്മദിന്റെ അടുത്തേക്ക് ഞാൻ ചെല്ലും ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും. ഫയഖൂലു ലി, ആ സമയത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് പറയും, യാ അബാ യൂസുഫ്, അബൂ യൂസുഫ്, അൽ അംബിയാഉ ആബാഉ ബനാതിൻ, അംബിയാക്കന്മാർ പെൺമക്കളുടെ ബാപ്പമാരാണ്. ഒരുപാട് അംബിയാക്കന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. പെൺമക്കളുടെ ഉപ്പമാരാണ്
അംബിയാക്കന്മാർ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഓരോ കുട്ടി പ്രസവിക്കുന്ന സമയത്തും ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താറുണ്ട്. യാക്കൂബ് ബിൻ ബുഖ്താൻ റഹിമഹുല്ല പറയാണ്, ഫകാന യുദ്ഹിബു ഖൗലുഹു ഹമ്മി, അദ്ദേഹത്തിന്റെ ഈ വാചകം കേൾക്കുമ്പോൾ എന്റെ എല്ലാ ടെൻഷനും മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർ പെൺമക്കളുടെ ഉപ്പമാരാണ് എന്ന വാചകം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോ അമ്പിയാക്കന്മാർ പ്രത്യേകിച്ചും അവരുടെ ഒരവസ്ഥ, അവർ പെൺമക്കളുടെ പല പ്രവാചകന്മാരും അങ്ങനെയാണ്. ഉബൈദുല്ലാഹ് അസ്സഅദി റഹിമഹുല്ലാഹ് പറയാണ്, അന്നല്ലാഹ യുഹിബ്ബുൽ ബനാത്ത്, അല്ലാഹുവിന് പെൺമക്കൾ ഇഷ്ടമാണ്. വകാന ലൂത്തുൻ അലൈഹിസ്സലാം ദാ ബനാത്ത്, ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പെൺകുട്ടികളുടെ ഉപ്പയായിരുന്നു. വകാന ശുഐബുൻ ദാ ബനാത്ത്, അതേപോലെ തന്നെ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമും പെൺമക്കളുള്ള പ്രവാചകനായിരുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ ബനാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ പെൺമക്കളുള്ള. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വലിയ മാതൃകയാണ്. പെൺകുട്ടികളെ അദ്ദേഹം സ്നേഹിച്ചതും പരിഗണിച്ചതും, പ്രത്യേകിച്ചും ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഉള്ള സ്നേഹം ഹദീസിൽ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാത്തിമതു ബദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. ഫമൻ അഗ്ദബഹ അഗ്ദബനി, ആരെങ്കിലും അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു റിവായത്തിൽ ഇന്നമാ ഫാത്തിമതു ബദ്അത്തും മിന്നി, ഫാത്തിമ എന്റെ ഒരു കഷ്ണമാണ്, എന്റെ ഒരു ഭാഗമാണ്. യുദീനി മാ അദാഹ, അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നത് എന്റെ പ്രയാസമാണ്. വയനുസിബുനി മാ അൻസബഹ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്നത് എന്റെ കൂടി വിഷമമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തത്ബീഖൻ, അത് ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന റിവായത്തിൽ കാണാം, വകാനത് ഇദാ ദഖലത് അലാ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പ്രവേശിച്ചാൽ ഖാമ ഇലൈഹ, വീട്ടിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഫാത്തിമ വീട്ടിലേക്ക് വന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയുടെ അടുത്തേക്ക് ചെല്ലും. ഫഖബ്ബലഹ, എന്നിട്ടൊരു ഉമ്മ കൊടുക്കും, ചുംബനം കൊടുക്കും ഫാത്തിമക്ക്. വഅജ്ലസഹ ഫീ മജ്ലിസി, എന്നിട്ട് ഫാത്തിമയെ അവരുടെ ഇരിപ്പിടത്തിൽ ഇരുത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നാൽ അവരെ ചുംബിക്കുകയും അവരുടെ അടുത്തേക്ക് ഇരിക്കുകയും അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ സ്വീകരിച്ചിരുത്തുമായിരുന്നു. ഇനി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാലോ? നോക്ക്, വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല അലൈഹ, ഇനി ഫാത്തിമയുടെ വീട്ടിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നാൽ ഖാമത് മിൻ മജ്ലിസിഹ, ഇരിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെല്ലും. ഫഖബ്ബലത്ഹു, എന്നിട്ട് റസൂലിന് ചുംബനം കൊടുക്കും. വഅജ്ലസത്ഹു ഫീ മജ്ലിസിഹ, എന്നിട്ട് അവരുടെ സ്ഥലത്ത് അവരുടെ സീറ്റിലിരുത്തും. ഇത് തിരിച്ചങ്ങോട്ടും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് കാണാം. അപ്പൊ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും.